മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. വിശുദ്ധ റമളാനിന് തൊട്ടുമുമ്പ് വരുന്ന മാസമായതിനാൽ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണിത്. റമളാൻ മാസത്തെ സ്വീകരിക്കാനായി വിശ്വാസികളെ ഒരുക്കുന്ന ഒരു കാലഘട്ടമായി ഈ മാസത്തെ കാണുന്നു. ഈ മാസത്തിൽ ധാരാളമായി നോമ്പ് അനുഷ്ഠിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത റിപ്പോർട്ടുകൾ പ്രകാരം റമളാൻ കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ഷഅബാൻ മാസത്തിലായിരുന്നു. റമളാനിലെ വലിയ ആരാധനകൾക്ക് മുന്നോടിയായി മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ആരാധനകളിലും പ്രാർത്ഥനകളിലും മുഴുകിയിരിക്കുമ്പോൾ തന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടാൻ അവിടുന്ന് ആഗ്രഹിച്ചു. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനും പാപമോചനം തേടാനും ഈ മാസം വിശ്വാസികൾ വിനിയോഗിക്കുന്നു. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ പല സംഭവങ്ങൾക്കും ഷഅബാൻ മാസം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. മുസ്ലിംകൾ പ്രാർത്ഥനയ്ക്കായി തിരിഞ്ഞു നിൽക്കുന്ന ഖിബ്ല മസ്ജിദുൽ അഖ്സയിൽ നിന്നും മക്കയിലെ കഅബയിലേക്ക് മാറ്റപ്പെട്ടത് ഈ മാസത്തിലാണ്. റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഒരു ആത്മീയ പരിശീലന കാലയളവായി ഷഅബാനിനെ കണക്കാക്കാം. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഉത്തമമാണ്. അശ്രദ്ധയിലായി പോകാൻ സാധ്യതയുള്ള ഒരു മാസമായതിനാൽ തന്നെ ഇതിലെ ആരാധനകൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഷഅബാൻ മാസം പാപമോചനത്തിന്റെയും കാരുണ്യത്തിന്റെയും കാലമാണെങ്കിലും ചില പ്രത്യേക സ്വഭാവങ്ങൾ വെച്ചു പുലർത്തുന്നവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണന ലഭിക്കുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഷഅബാൻ പകുതിയാകുന്ന രാത്രിയിലെ ബറാഅത്ത് രാവ് പുണ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹദീസുകളിലാണ് ഈ വിഭാഗങ്ങളെക്കുറിച്ച് പ്രധാനമായും മുന്നറിയിപ്പ് നൽകുന്നത്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർ അഥവാ ഷിർക്ക് ചെയ്യുന്നവരാണ് ഇതിൽ ആദ്യത്തെ വിഭാഗം. ഏകദൈവ വിശ്വാസത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുകയില്ല. വിശ്വാസത്തിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കേണ്ടത് ഏതൊരു മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഇതിനെക്കുറിച്ച് മുൻകാല പ്രവാചകന്മാരായ ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം തുടങ്ങിയവരും കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഏകദൈവ വിശ്വാസത്തിൽ മറ്റാരെയെങ്കിലും പങ്കുചേർക്കുന്നവർക്ക് മുശ്രിക് അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കില്ല. ഇത് മനസ്സിന്റെയും വിശ്വാസത്തിന്റെയും തലത്തിലുള്ള അശുദ്ധിയാണ്. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ആരാധനകളും അധികാരങ്ങളും മറ്റൊരാൾക്ക് നൽകുന്നത് വഴി ഒരാൾ അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് സ്വയം അകന്നുപോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വിഭാഗം ഹൃദയത്തിൽ വിദ്വേഷവും ശത്രുതയും വെച്ചു പുലർത്തുന്നവരാണ്. സഹോദരങ്ങളോടോ മറ്റു മനുഷ്യരോടോ പിണക്കത്തിലായിരിക്കുകയും അവരോട് പക സൂക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് ഈ മാസത്തിന്റെ ആത്മീയ ഗുണങ്ങൾ ലഭിക്കില്ല. റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പരസ്പരമുള്ള തർക്കങ്ങൾ പരിഹരിക്കാനും ഹൃദയം ശുദ്ധീകരിക്കാനും വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ഹൃദയത്തിൽ വിദ്വേഷവും പകയും മുഷാഹിൻ കൊണ്ട് നടക്കുന്നവരാണ് മറ്റൊരു പ്രധാന വിഭാഗം. മറ്റുള്ളവരോടുള്ള ശത്രുത കാരണം സംസാരിക്കാതിരിക്കുകയും ബന്ധം മുറിക്കുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സഹോദരനോടുള്ള പിണക്കം 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടുപോകാൻ പാടില്ലെന്നത് ഇസ്ലാമിലെ കർശനമായ നിയമമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബികൾ ഹൃദയത്തിൽ നിന്ന് വെറുപ്പ് തുടച്ചു നീക്കുന്നതിനെ കുറിച്ച് വിശ്വാസികളെ നിരന്തരം ഉപദേശിക്കാറുണ്ടായിരുന്നു. മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർക്കും അവരോട് അനുസരണക്കേട് കാണിക്കുന്നവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം തടയപ്പെടുമെന്ന് ഹദീസുകൾ വ്യക്തമാക്കുന്നു. ഇസ്ലാമിൽ മാതാപിതാക്കൾക്ക് നൽകിയിട്ടുള്ള സ്ഥാനം വളരെ വലുതാണ്. അവരോടുള്ള പെരുമാറ്റം ശരിയല്ലെങ്കിൽ എത്ര വലിയ ആരാധനകൾ ചെയ്താലും അത് സ്വീകരിക്കപ്പെടാൻ തടസ്സമാകും. കുടുംബബന്ധം മുറിക്കുന്നവർക്കും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്കും അള്ളാഹു ഈ മാസത്തിൽ പാപമോചനം നൽകില്ല എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. സ്വന്തം മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയിരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസുകളിൽ കുടുംബബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഒരാൾ എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താലും മാതാപിതാക്കളോടുള്ള പെരുമാറ്റം മോശമാണെങ്കിൽ ആ ആരാധനകൾ ഫലം നൽകില്ല. അന്യായമായി ഒരാളെ കൊലപ്പെടുത്തിയവരും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. മനുഷ്യജീവന് ഇസ്ലാം നൽകുന്ന വില അത്രമേൽ വലുതാണ്. കൂടാതെ അഹങ്കാരത്തോടെ വസ്ത്രം ധരിക്കുന്നവർ, തന്റെ വസ്ത്രം തറയിൽ തട്ടുന്ന വിധം താഴ്ത്തിയിടുക, മദ്യപാനത്തിൽ മുഴുകുന്നവർ, കുടുംബബന്ധം മുറിച്ചുമാറ്റുന്നവർ എന്നിവരെയും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ പാപമോചനം ലഭ്യമാകൂ.
അഹങ്കാരത്തിന്റെ ഭാഗമായി വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നത് മുസ്ബിൽ പണ്ടുകാലത്ത് വലിയൊരു സാമൂഹിക തിന്മയായിരുന്നു. അള്ളാഹുവിനോടുള്ള വിനയത്തിന് പകരം തന്റെ സമ്പത്തിലും പദവിയിലും അഹങ്കരിക്കുന്നത് വലിയ തെറ്റായാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മദ്യപാനം പതിവാക്കിയവർക്കും ശഅബാൻ മാസത്തിന്റെ സവിശേഷമായ പാപമോചനം ലഭിക്കില്ല. ലഹരി മനുഷ്യന്റെ ചിന്തയെയും ആരാധനയെയും നശിപ്പിക്കുന്നു എന്നതാണ് ഇതിന് കാരണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ശഅബാൻ മാസം കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളും അള്ളാഹുവുമായുള്ള ബന്ധവും ശരിയാക്കിയെടുക്കാനുള്ള ഒരു ശുദ്ധീകരണ കാലമാണെന്നാണ്. ശഅബാൻ മാസത്തിന്റെ ആത്മീയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും അള്ളാഹുവിന്റെ പാപമോചനം നേടിയെടുക്കാനും ഗൗരവമായ ചില തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ആത്മാർത്ഥമായ തൗബയാണ്. നാം അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഖേദിക്കുകയും അവ ഇനി ആവർത്തിക്കില്ലെന്ന് അള്ളാഹുവിനോട് ഉറച്ചു പ്രതിജ്ഞ ചെയ്യുകയും വേണം. അള്ളാഹുവിന്റെ കരുണയിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം മടക്കങ്ങളെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. ഇതിനായി അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവോട് ഞാൻ പാപമോചനം തേടുന്നു എന്ന ദിക്റ് ധാരാളമായി വർദ്ധിപ്പിക്കുക. നബിചര്യ പിന്തുടർന്ന് ശഅബാൻ മാസത്തിൽ അധികമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നത് പാപമോചനത്തിന് ഉത്തമമായ വഴിയാണ്. ഖുർആൻ പാരായണത്തിന് ഈ മാസത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പണ്ഡിതന്മാർ ശഅബാൻ മാസത്തെ ഖാരിഉകളുടെ മാസം, ഖുർആൻ ഓതുന്നവരുടെ മാസം എന്നാണ് വിളിക്കാറുള്ളത്. റമദാനിൽ ഖുർആനുമായി കൂടുതൽ അടുക്കാൻ ശഅബാനിൽ തന്നെ ഓതി തുടങ്ങുന്നത് ഗുണകരമാണ്. ഇതിനൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ കാരണമാകും. രാത്രികാലങ്ങളിലെ പ്രത്യേക പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഈ മാസത്തിൽ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് ശഅബാൻ പകുതിയാകുന്ന രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം ഭൂമിയിലേക്ക് ഇറങ്ങിവരുമെന്നും പശ്ചാത്തപിക്കുന്നവർക്ക് പാപമോചനം നൽകുമെന്നും ഹദീസുകൾ